എയിംസിനായി കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ച പ്രപ്പോസലിൽ കാസർഗോഡ് ഇടം പിടിച്ചത് ഏറെ നാളത്തെ പോരാട്ടത്തിന്റെ വിജയമെന്ന് ജനകീയ കൂട്ടായ്മ. ജില്ലയിലെ ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ 2018 എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. എയിംസ് പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ട് സംഘടന ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. നീണ്ട നാളത്തെ സമരങ്ങൾക്കും നിയമപോരാട്ടങ്ങൾക്കും ഒടുവിൽ സർക്കാർ തീരുമാനത്തിൽ ആവേശത്തിലാണ് കൂട്ടായ്മ. കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡിനെയും ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് 2018 എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ രൂപം കൊണ്ടത്. എയിംസിൽ കേന്ദ്രം കാലതാമസം വരുത്തുന്നതിന് ജില്ലയെ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. കേരളത്തിന് എയിംസ് വേണമെന്ന ആവശ്യത്തെ നിസ്സാരമായി കാണാനാകില്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേന്ദ്രം വ്യക്തമായ നിലപാട് അറിയിക്കണമെന്നും സംസ്ഥാനം നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ ശാസ്ത്രീയമായ സാധ്യതാ പഠനം നടത്തണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചിരുന്നു. എയിംസ് ജനകീയ കൂട്ടായ്മയുടെ ഒരുപാട് വർഷത്തെ സമര പോരാട്ടങ്ങളും നിയമ പോരാട്ടത്തിനൊടുവിൽ സംസ്ഥാന സർക്കാർ പ്രപ്പോസലിൽ കാസർഗോഡിന്റെ പേര് ചേർക്കാൻ തത്വത്തിൽ തീരുമാനിച്ചുവെന്ന് ബഹുമാനപ്പെട്ട കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. പ്രപ്പോസലിൽ കാസർഗോഡിന്റെ പേര് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന് അറിയിച്ചതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. കാസർഗോട്ടെ ജനങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അപ്പോൾ കാസർഗോട്ട് എവിടെയാണെങ്കിലും എയിംസ് ജനകീയ കൂട്ടായ്മക്ക് പ്രശ്നമില്ല. പക്ഷേ പെരിയയിലാണ് എന്ന് MP പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ 100% അത് അംഗീകരിക്കുകയാണ്. കോടതി ഇടപെടൽ നിയമപരമായ പിന്തുണ ലഭിക്കുന്നതിൽ നിർണായകമായി എന്ന് കൂട്ടായ്മ പറയുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കാസർഗോഡിന് എയിംസ് ലഭ്യമാക്കുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ജനകീയ കൂട്ടായ്മ അഭ്യർത്ഥിച്ചു. ന്യൂസ് മലയാളം, കാസർഗോഡ്.